ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ചീരത്തോരനാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചീര കുറച്ചാണെങ്കിൽ പോലും അത് കളയാതെ അതൊക്കെ എടുത്ത് കഴുകി നന്നാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പം ഞാനിവിടെ ചുവന്ന ചീരയും പച്ചച്ചീരയും എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെടുത്തിരിക്കുന്ന കുറച്ച് പീര, അതേപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, അതേപോലെ തന്നെ കുറച്ച് സവാള ചെറുതായിട്ട് എരിഞ്ഞത്. സവാള അല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചീരയിലേക്ക് ഇതുകൂടി ചേർത്തിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ചീര മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീരയും പീരയും ഒക്കെ ചേർന്നിട്ടുള്ള ആ മിക്സില്ലേ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴന്ന് ഒന്ന് ഹാഫ് കുക്ക്ഡായിട്ട് വരണം കേട്ടോ. വിളർച്ച മാറ്റി രക്തം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചീര. ചീരയിൽ ഉയർന്ന അളവിൽ തന്നെ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർ ചീര പതിവായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അനീമിയയുടെ പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ എ ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചശക്തിയെ മെച്ചപ്പെടുത്താനായിട്ടും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ചീര കഴിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ നടുഭാഗത്ത് കുറച്ചൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് 2 കോഴിമുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഒരല്പം ഉപ്പ് കൂടി ഇതിൻ്റെ പുറത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കേട്ടോ. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ചിക്കി നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഫസ്റ്റ് അവിടെ മാത്രം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് അതിൽ ചീരയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മുട്ട കുക്കാവണം കേട്ടോ. അതിനുള്ള ടൈം കൊടുക്കുക. ചീരയൊക്കെ നന്നായിട്ട് മിക്സാക്കി നന്നായിട്ടൊന്ന് വെന്ത് മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് വേണം തീ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ രുചികരവും പോഷകസമൃദ്ധമായ ചീര മുട്ടത്തോരൻ റെഡിയായി. ചൂട് ചോറിനൊപ്പം കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് 2 തുള്ളി നാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അയൺ അടങ്ങിയിട്ടുള്ളതാണല്ലോ നമ്മുടെ ചീര. ഈ ചീര നമ്മുടെ ശരീരത്തിലേക്ക്, അതിൽ അയണിനെ നമ്മുടെ ശരീരത്തിലേക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് വൈറ്റമിൻ സി വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ തോരനൊരു പ്രത്യേക ഫ്രഷ് രുചിയും നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. താങ്ക്